ഇടപെടുന്നുണ്ട്. പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതല്ലാതെ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇടപെടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 5 പേജുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാര്യാലയം തന്നിട്ടുള്ള ഉണ്ട്. അതെല്ലാം സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിലൊക്കെ ഒരു ജാഗ്രതയാണ് ഗവൺമെന്റ് ഇപ്പോൾ പുലർത്തിയത്. ഇത്തരം കാര്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വർഗീയത കൊണ്ടുവരുന്നതിന് വേണ്ടിയും മതവും ജാതിയും എല്ലാം വലിച്ചടയ്ക്കുന്നതിന് വേണ്ടിയും പറയാനുള്ള എളുപ്പമാണല്ലോ. അതാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത്. ഒരു യൂണിഫോം തീരുമാനിക്കുന്ന അതാണ് മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാം. പക്ഷെ ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പിന്റെ ഒരു സ്വരം ഉണ്ടാവണമല്ലോ. ശിരോവസ്ത്രത്തിന്റെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണമല്ലോ. ഈ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലെ കാര്യങ്ങൾ മുതലെടുപ്പ് നടത്തുന്നവർക്കും നിന്നു കൊടുക്കാത്ത ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാനേജ്മെന്റ് സൂക്ഷ്മത പുലർത്തേണ്ടതല്ലേ മിനിസ്റ്റർ? സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ ഉള്ള ബുദ്ധിമുട്ടും വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സ്ഥലത്തും വർഗീയ സംഘർഷങ്ങളില്ല. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. അതിൽ ന്യൂനപക്ഷമൊന്നോ ഭൂരിപക്ഷമൊന്നും നോക്കുന്നില്ല, അതിൽ ഇടപെടുന്നുണ്ട്. പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതല്ലാതെ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇടപെടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.